ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 120 സബ്സ്ക്രൈബേഴ്സ് ആണ് എൻ്റെ ഈ ചാനലിലുള്ളത്. അപ്പോൾ ദൈവത്തിനൊരു നന്ദി പറഞ്ഞുകൊണ്ടാകാം എന്ന് ഞാൻ ആലോചിക്കുന്നു. ഏകദേശം 2-3 വർഷത്തോളമായി ഈ ചാനൽ തുടങ്ങിയിട്ട്. ഒരു ദിവസം 7 മൊഴികളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ ആദ്യമായി തുടങ്ങിയത്. എനിക്ക് 120 സബ്സ്ക്രൈബേഴ്സും ശരിക്കും പറഞ്ഞാൽ സന്തോഷമുണ്ട്. ഒരു രീതിയിൽ പറഞ്ഞതൊരു മൈൽ സ്റ്റോൺ ആണ്. ദൈവത്തിന് അല്പം ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോകൾ ഇടാമെന്ന് ആലോചിക്കുന്നു. സെലക്ട് ചെയ്തിരിക്കുന്ന വാക്യം എന്നത് സങ്കീർത്തനം 103:1 അതിന്റെ ഒരു സങ്കീർത്തനമാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ശരിക്കും നന്ദി എന്നത് പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുകയാണ് എങ്കിൽ നന്ദിയുടെ വാക്കുകൾ കൂടുതലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ കൃതജ്ഞത എന്നുള്ളൊരു വാക്ക്. അതില്ലാണ്ട് ഒരു പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്ന വളരെ ചുരുക്കമാണ്. എപ്പോഴും നന്ദി ഒരു ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ നന്ദി, താങ്ക്സ്ഗിവിംഗ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ആർ 2 ഡിഫറെന്റ് തിങ്സ്. നന്ദിയും ഗ്രാറ്റിറ്റ്യൂഡും എപ്പോഴും 2 കാര്യമായിട്ട് പറയാം. അത് നമുക്ക് ചിലപ്പോൾ അന്തരംഗത്തിൽ നിന്ന് വരുന്നതാവണം എന്നില്ല, ജസ്റ്റ് ഒരു ഫോർമാലിറ്റി ആവാം. എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് എ ഫോർമാലിറ്റി തിങ് എന്നാണ് എൻ്റെ ഒരു രീതിയിലുള്ളൊരു കാഴ്ചപ്പാട്. അപ്പോൾ നന്ദി എന്നത് ഹൃദയത്തിന്റെ അന്തർഭാവത്തിൽ നിന്ന് വരുമ്പോൾ അതൊരു ഗ്രാറ്റിറ്റ്യൂഡാണ്. ഈ സങ്കീർത്തനക്കാരന് നമ്മളോട് പറയുന്നത് ബോധപൂർവം നമ്മൾ ദൈവത്തിന്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് ഒരു നന്ദി പറയേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള പല ബന്ധങ്ങളും ഉണ്ട്. ആഴത്തിലേക്ക് നമ്മുടെ വാതിലുകൾ തുറക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത്. ശരിക്കും വായിച്ചിരിക്കാൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉപകാരങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉപകാരങ്ങൾ ചെയ്യുന്ന ഓരോരുത്തരെയും ഓർത്ത് നന്ദി പറയാറുണ്ടോ? ചിലപ്പോൾ നമ്മൾ ഒരു മറന്നു കളയാറുണ്ട്, ഇല്ലേ? ഒരാൾ എനിക്ക് ഇന്നത് ചെയ്തു എന്ന് ഓർത്ത് പറയുന്നവരുമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഒന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ എല്ലാ സമ്പത്തിനും അല്ലെങ്കിൽ നമ്മുടെ ഉള്ള എല്ലാത്തിനും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്, ഇല്ലേ? ദ ബ്ലെസ്സിംഗ് ദ ലോർഡ് വിത്ത് ഓൾ ഹോപ്പിംഗ്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടെയും കൂടിയായിരിക്കും. നമ്മുടെ എല്ലാ ഒരു സത്തയും കൊണ്ടാണ് ദൈവത്തെ ശരിക്കും ആരാധിക്കേണ്ടത്. മർക്കോസിന്റെ സുവിശേഷം 12-30 പറയുന്നു, എന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. ഇത് 2 കൽപ്പനകളുടെ ചുരുക്കമാണ് പറയുന്നത്. 10 കൽപ്പനകൾ പറയുമ്പോൾ ദൈവം 2ആയി ചുരുക്കുന്നതിനെ കുറിച്ചുണ്ട്. ഒന്നാമത്തേതായ കാര്യമാണ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ സ്തുതിക്കുക. യഥാർത്ഥത്തിൽ 103-ാം സങ്കീർത്തനത്തിലേക്കും നമ്മൾ ഇതേ കാര്യം തന്നെയാണ് കാണുന്നത്. നമ്മൾ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ആത്മാവോടും കൂടി ദൈവത്തെ സ്തുതിക്കണം. നമ്മൾ വെറുതെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ പോരാതെ നമ്മുടെ ഇന്നർ സെൽഫിൽ നിന്ന് നമ്മൾ അവനെ ആരാധിക്കേണ്ടതിന്റെ ഒരു അത്യാവശ്യം. രണ്ടാമത്തേതായി അവൻ നമുക്ക് തന്നിരിക്കുന്ന ബെനഫിറ്റ്സ്, റിമെമ്പറിങ് ഹിസ് ബെനഫിറ്റ്സ്. നമ്മൾ അവന്റെ നേട്ടങ്ങളെ നമ്മൾ ഓർക്കണം. അല്ലെ, വിലാപങ്ങൾ എഴുതിയ പുസ്തകം 3:22 പറയുന്നുണ്ട്, നാം മുടിഞ്ഞു പോകാതിരിക്കേണ്ടതിന് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശുദ്ധത വലിയതും ആകുന്നു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമല്ലേ? ക്ഷമ, രോഗശാന്തി, വീണ്ടെടുപ്പ്, സ്നേഹം, കരുണ. ഇപ്പോഴും പലപ്പോഴും
നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ നിസ്സാരമായി കണ്ടേക്കാം, അല്ലെ? എത്ര പേർ ദൈവത്തിൻ്റെതായ ഓരോ ദിവസത്തെയും ചെയ്ത് നന്മകളെ ഓർക്കുന്നവരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയും. അപ്പോൾ അവന്റെ ഒരു അനുഗ്രഹങ്ങളുടെയും സമർത്ഥമായ അനുഗ്രഹങ്ങളെയും നമ്മൾ അത് വിവരിക്കുവാൻ, നമ്മളതിനെ ഓർക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു ഓർമ്മ പ്രേരിപ്പിക്കൽ കൂടിയാണ് ഈ ഒരു വാക്യം. രണ്ടാമതായി നന്ദി പറയുക. താങ്ക്സ് ഗിവിംഗ് ഈസ് ആൻ ആക്ട് ഓഫ് വർഷിപ്പ്, അല്ലെ? നന്ദി പറയുന്ന ഒരു ആരാധനയുടെ ഒരു ഭാഗമാണ്. 1 തെസ്സലോനിക്കർ 5:18 വാക്യത്തിൽ പറഞ്ഞ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. കൃതജ്ഞത, the gratitude is a worship in action. When it gives the thanks, we acknowledge the God's sovereignty and super goodness. കൃതജ്ഞത എന്നത് ഒരു ആരാധനാ പ്രവൃത്തിയാണ്. നന്ദി പറയുമ്പോൾ ദൈവത്തിന്റെ പരമാധികാരത്തെ, അവന്റെ നന്മകളെയൊക്കെ നമ്മൾ അംഗീകരിക്കുകയാണ്, അല്ലെ? നമ്മളുടേതായ നന്ദികൾ, നമുക്ക് എന്തോരം നന്മകൾ ദൈവം ഇവരെ ദിവസവും ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ച് നമുക്ക് എന്താ പറയുന്നത്, ഒരു ആരാധനാ ഭാഗമാണ്. അടുത്ത നന്ദിയോടെ നമ്മുടെ മറവി, നമുക്കൊരു നന്മ ചെയ്താൽ നമുക്ക് മറവി ഉണ്ടാകാം. ഇന്ന വ്യക്തി എനിക്ക് മറന്നു പോകാം. പക്ഷെ നമ്മൾ ആ മറവി മറികടക്കണം, അല്ലെ? ആവർത്തന പുസ്തകം 8:11 പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാകാതിരിപ്പാനും. പരീക്ഷണങ്ങൾ, ദൈവാനുഗ്രഹം നമ്മൾ എല്ലാവരും മറക്കും. ചിലപ്പോൾ ചില കഷ്ടപ്പാടുകൾ വരുമ്പോൾ അവന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ മറക്കാം. അത് മനുഷ്യന്റേതായ ഒരു പ്രവണതയാണ്. സങ്കീർത്തനക്കാരൻ 103 പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമ്മൾ അവന്റെ ഉപകാരങ്ങളൊന്നും ഒരിക്കലും മറക്കരുത്. എല്ലാ സാഹചര്യങ്ങളും നമ്മൾ മറക്കാതിരിക്കുക. അഞ്ചാമത് ഞാനൊരു കാര്യം കൂടി പറഞ്ഞു പോകാം. എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ നന്ദി പറയേണ്ടതാണ്. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 4-ാം വാക്യത്തിൽ പൗലോസ് പ്രകാരം എന്നൊരു കാര്യമുണ്ട്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെയോട് അറിയിക്കുക അത്രേ വേണ്ടത്. നമ്മൾ ഇംഗ്ലീഷ് വേർഡ്സിൽ ഇത്രയും കൂടി രസകരമാണ്. Be careful for nothing, but in everything by prayer and supplication with the thanksgiving let your requests be made known unto God. നമ്മളൊന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യം, നമ്മുടെ ആവശ്യങ്ങളും അപേക്ഷകളും സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം. നമ്മുടേതായ നന്ദികളെയും നമ്മൾ പലപ്പോഴും പല വെല്ലുവിളികൾ പെടുത്തുകയാണ്. നന്ദി പറയുക എന്നതൊരു ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ മറക്കാറുണ്ട്. ഈവൻ വെൻ വി ആർ എൻറ്ററിങ് ഒരു ഷോപ്പിലോ തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു വാതിൽ തുറന്നു വരുന്നവരുണ്ടാവും. ഹൗമൻ പേപ്പർ അപ്പൊ നമ്മൾ എത്ര പേർ അവരൊരു താങ്ക്സ് പറയും. താങ്ക്സ് കൊണ്ട് പലപ്പോഴും ചിലർക്ക് സന്തോഷമുണ്ടാകാം, അല്ലെ? നമ്മൾ ദൈവത്തോട് നന്ദി പറയേണ്ടത് എത്രയോ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, നമ്മൾ ഓർക്കണം. സങ്കീർത്തനം 100-ന്റെ ഒരു വാക്യമുണ്ട്, അവന്റെ വാതിലുകൾ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവേൻ, അവനെ സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവേൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറയായും ഇരിക്കും. നമ്മളെപ്പോഴും പ്രാകാരങ്ങളിൽ ചെല്ലുമ്പോൾ മാത്രമല്ല, നമ്മൾ ഭവനങ്ങളിലായിട്ടുണ്ട് ഒരു ദിവസത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ട് നമ്മൾ നന്ദി പറയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ശരിക്കും നമ്മൾ എത്ര പേർ നന്ദി പറയാറുണ്ട് എന്ന് ചിന്തിക്കേണ്ടതാണ്. ബില്ലി ഗ്രഹാമിനെ കുറിച്ചുള്ള ഒരു കഥയുണ്ട്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ നന്ദി പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. എപ്പോഴും ഒരു താങ്ക്സ്ഫുൾ ഹ്യൂമൻ ബീയിങ് ആയിരുന്നു. എന്ത് പറഞ്ഞാലും തന്റെ ദൈവത്തോട് നന്ദി പറയുക ഒരു ശീലമായിരുന്നു. നമുക്കും നമ്മുടെ ജീവിതങ്ങളിൽ എപ്പോഴും നന്ദി പറയുവാൻ ശീലിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. 120 സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട് ഇതിനകത്ത്. താങ്ക് യു ഫോർ ബീങ് as my subscribers. നിങ്ങൾക്ക് എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി ഇതേ സമയത്തോടെ അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.